മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് എ വി സനൽ ബിജെപിയിൽ ചേർന്നു. ദേശീയ നിർവാഹക സമിതി അംഗം സി രഘുനാഥ്, ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എന്നിവർ ചേർന്ന് അംഗത്വം നൽകി സ്വീകരിച്ചു. എ വി സനലിനെ കൂടാതെ നേരത്തെ കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ച 30ഓളം പേർ പാർട്ടിയിൽ ചേർന്നതായി ബിജെപി നേതൃത്വം പറഞ്ഞു. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ബഹളമുണ്ടാക്കിയതിന്റെ പേരിൽ എ വി സനലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു. അപ്പോൾ ഏകദേശം 30 വർഷത്തെ എൻ്റെ പ്രവർത്തന പാരമ്പര്യമാണ് ഞാൻ ഇന്നലെ അവസാനിപ്പിച്ചത്. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കുടുംബ സ്വത്താക്കി മാറ്റിയിരിക്കുകയാണ് ചില നേതാക്കന്മാർ. കാരണം ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായിരുന്നു, ഒരുപാട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അവർ ഒരിക്കലും തെറ്റ് തിരുത്താൻ തയ്യാറല്ല. തെറ്റ് തിരുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രസ്ഥാനമാകുമ്പോൾ ആ പ്രസ്ഥാനത്തിലേക്ക് ഒരു പുതിയ തലമുറ കടന്നു വരണം. അപ്പോൾ ആ പുതിയ തലമുറ കടന്നു വരുന്നതിനോട് ഇന്നത്തെ വയോധിക നേതൃത്വം അനുവദിക്കുന്നില്ല. അത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാക്കി ഇവിടുത്തെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ മനോവീര്യം തകർത്ത് അവരെ വെറും അത്തരം ഒരു കളിപ്പാവകളാക്കി മാറ്റി തങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരുടെ കീ പോസ്റ്റുകളിൽ താക്കോൽ സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകരെ തഴയപ്പെടുമ്പോൾ, നമുക്ക് ദേശീയ രാഷ്ട്രീയം നാം കുറേ കാലമായി ഉയർത്തിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ദേശീയ രാഷ്ട്രീയത്തിലുള്ള മുഖ്യധാര സംവിധാനം കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി, പഴയങ്ങാടി.